ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പണം നഷ്ടമായതുകൊണ്ട് തന്നെ രേവതി ആകെ സങ്കടത്തിലാണ് കേട്ടോ. രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ വാക്കുകളൊന്നും തന്നെ രേവതിക്കൊരു ആശ്വാസം ഏകുന്നില്ല. തൻ്റെ പണം നമ്മളുടെ പണം മാത്രമായിരുന്നു വേണ്ടില്ല സച്ചിയേട്ടാ, ദേവു പലരിൽ നിന്നും കടം മേടിച്ച പണവും അവൾ ഇത്രയും നാളും ജോലി ചെയ്ത് സമ്പാദിച്ച പണവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയും ദേവും ശരത്തും അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയുടെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സച്ചി സമാധാനിപ്പിച്ച പോലെ തന്നെ 3 പേരും കൂടെ രേവതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദേവ് പറയുന്നത്, ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എൻ്റെ പണം ചേച്ചിയുടെ പണം അന്നങ്ങനെയൊക്കെ ഉണ്ടോ, സാരമില്ല, നമുക്ക് പോയ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരത്തും പറയട്ടെ, എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ ഒരു പണം നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ലക്ഷ്മി സച്ചിയോടായിട്ട് ചോദിക്കുന്നു, സച്ചി മോനെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പൂക്കടയിൽ ചേട്ടൻ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളുടേതായ രീതിക്കൂടെ ഒരു അന്വേഷണം നടത്തി നോക്കാം, പോലീസുകാരെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണെങ്കിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് ഇത് ആരാ ചെയ്തെന്ന്, അവരെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്ന് സച്ചി മറുപടി പറയുകയാണ് കേട്ടോ. അതിനുശേഷം ലക്ഷ്മിയും ദേവും ശരത്തും കൂടി യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം ലക്ഷ്മി പറയുകയാണ്, ഈ ഒരു പണം കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ ആരായിരിക്കും എന്നോട് എൻ്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവുവിൻ്റെ ഫോണിലേക്ക് അരുൺ വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ദേവു, അമ്മ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാറി എന്ന് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ചേച്ചിയുടെ പണം നഷ്ടപ്പെട്ടു എന്നും ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അരുൺ ആദ്യം ഞെട്ടിപ്പോകുന്നുണ്ട്. അതിന് ശേഷം പറയുന്നുണ്ട്, സാരമില്ല, നീ എന്തായാലും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, എൻ്റെ പണം നിൻ്റെ പണം എന്ന് അങ്ങനെയൊന്നുമില്ല, നീ അതേക്കുറിച്ച് നീ വിട്ടേക്ക്, ഈ ഒരു കേസിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന സച്ചിയെ രേവതിയെ തന്നെയാണ്. രേവതിയുടെ ഡോക്ടർ വന്നതിന് ശേഷം ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ഇന്ന് ഡിസ്ചാർജ് ആയി പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂക്കടയിൽ ചേട്ടൻ വിളിക്കുന്നത് കേട്ടോ. രേവതി വളരെ സങ്കടത്തോടെ ഫോൺ എടുത്തതിന് ശേഷം ചേട്ടൻ പൂക്കളുടെ ഓർഡർ ക്യാൻസൽ ചെയ്തോളൂ, എന്നെ കൊണ്ട് പണം കൊണ്ടുതരാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചേട്ടൻ പറയുന്നത്, ആ ഒരു പണം ഒരാൾ കൊണ്ടുതന്ന, ഒരു ലേഡിയാണ് കൊണ്ടുതന്നത്, 5 ലക്ഷത്തിന് കൂടെ തന്നെ 1.5 ലക്ഷത്തോളം കൂട്ടി തന്നിട്ടുണ്ട്, ഇനി ബാക്കി തുക രേവതി തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര അതിശയമാണ് കേട്ടോ. അപ്പോൾ ആരാണ് ഇതെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരാണെന്ന് അറിയില്ല, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല എന്നൊക്കെ മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം രേവതി ഒരു പേരും പറയുമ്പോഴത്തേക്ക് രേവതിക്ക് എന്ത് അതിശയം തോന്നി അതേ രീതിയിൽ തന്നെ സച്ചിക്കും ഭയങ്കര അതിശയം തോന്നുന്നുണ്ട്. ആരായിരിക്കും ആ ഒരു പണം, അതായത് ഇത്രയും പണം ഒരു 5 ലക്ഷത്തിൻ്റെ കൂടെ തന്നെ 1.5 ലക്ഷം രൂപയുടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരായിരിക്കും എന്നൊക്കെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ, ശ്രുതിയെ കണ്ടതിന് ശേഷം തന്നോടുള്ള വെറുപ്പ് മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി അമ്പിനും വില്ല് നടക്കുന്നില്ല കേട്ടോ. നിന്നോട് ഞാൻ എല്ലാം മറന്ന് നിന്നെ വിളിക്കാൻ വന്നായിരുന്നു, നമ്മുടെ കുഞ്ഞിനെ വരെ ഞാൻ സ്വപ്നം കൊണ്ട് ആ ഒരു എന്നെ നീ ഇതുപോലെ ചതിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, നീ പല തവണകളായിട്ട് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഇപ്പോഴും ചതിക്കുകയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, ശ്രുതി എവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് ഷോറൂമിൽ നിന്ന് ശ്രുതിനെ ഇറക്കി വിടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന രേവതി സച്ചിയും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ അച്ചമ്മയും മീച്ചയും ഉണ്ടാവും. അച്ചമ്മയെ കാണുമ്പോൾ തന്നെ രേവതിക്ക് സങ്കടം സഹിക്കാനാവാതെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, അവിടെ എന്താ സംഭവിച്ചത് ഞങ്ങൾ അറിഞ്ഞു, എന്തായാലും മോള് സങ്കടപ്പെടുമൊന്നും വേണ്ട, മോക്ക് യാതൊരുവിധ അപകടം പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചന്തയാകട്ടെ, എന്തായാലും പണം നഷ്ടപ്പെട്ടു, നീ അതേക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട, നീ അടുക്കളയിൽ പോലും ജോലി ചെയ്യാൻ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി രൂക്ഷമായി തന്നെ ചന്ദ്രനെ നോക്കട്ടെ. അതിന് ശേഷം പറയുന്നുണ്ട്, അവളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നു, അപ്പം തന്നെ നിങ്ങൾക്ക് അവളെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടണമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് രവി ചന്ദ്രയെ വഴക്ക് പറയുന്നുണ്ട്, കൂട്ടത്തിൽ തന്നെ അച്ചമ്മയും. ശേഷം രവി രേവതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് സച്ചി പറയുന്ന, ആ ഒരു പണം വേറെ ആൾ കൊണ്ടേ കൊടുത്തു എന്നാണ് പറഞ്ഞത്, ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്കും സച്ചിക്കും തോന്നിയ അതേ ആകാംക്ഷയും അതിശയവും തന്നെ രവിക്കും തോന്നുവാണ്. എന്നാൽ ഈ ഒരു പണം കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്ക് ചന്ദ്ര ആകങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. കാരണം തൻ്റെ പദ്ധതികളെല്ലാം തന്നെ വെറുതെ ആയി പോയില്ല, ആ ഒരു സങ്കടമെല്ലാം തന്നെ ചന്ദ്രയുടെ മുഖത്ത് ആ ഒരു സമയത്ത് കാണാൻ സാധിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, ആരായിരിക്കും ആ ഒരു പണം കൊണ്ടേ കൊടുത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല അച്ചായെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. എന്തായാലും എനിക്കറിയാമെന്ന് ഈച്ച പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ആകാംക്ഷയോട് കൂടി തന്നെ ഈച്ചയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം ആരാണ് എന്ന് ചോദിക്കുന്ന നേരത്ത് ആക്ഷൻ മൂവി പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ പറയാം, നേരെ അച്ചമ്മയുടെ വീട് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ അച്ചമ്മയെ നോക്കണ്ട. അതായത് നമ്മുടെ രേവതിക്ക് വേണ്ടി പണം കൊണ്ടേ കൊടുത്തതും രേവതിയുടെ നഷ്ടപ്പെട്ട പണവും എല്ലാം തിരികെ മേടിക്കുന്നത് നമ്മുടെ അച്ചമ്മയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാളത്തെ എപ്പിസോഡിൽ ഈച്ച പറയുന്നതായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.